ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഈ ഒരു അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നാലാഞ്ചിറയിൽ ഉണ്ടായിരിക്കുന്ന ഒരു അപകടമാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ഉറക്കം വരിക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പുലർച്ചെയാണ്. അദ്ദേഹം ടെക്നോ പാർക്ക് ജീവനക്കാരനാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം, രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ട് വരുന്നൊരു വഴി ആയിരിക്കാം അദ്ദേഹം ബൈക്ക് ഉപയോഗിക്കുന്നു. അതും ഉറക്കത്തിൽ, ആ ഉറക്കച്ചവടയുടെ വാഹനം ഓടിക്കുന്നു. അതിനാലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഈ നമ്മൾ പലപ്പോഴും റോഡുകളിൽ കാണുന്ന ഒരു പ്രവണതയാണ് ഈ ഫുട്പാത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത്. ആളുകൾക്ക് നടക്കേണ്ട ഫുട്പാത്തിലാണ്. പ്രത്യേകിച്ച് ഈ ബ്ലോക്ക് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സിഗ്നലുകളിലൊക്കെ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് ഈ ബൈക്കുകളൊക്കെ ഈ ഫുട്പാത്തിൽ കൂടെ പോകുന്ന ഒരു കാര്യം. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിഷയത്തെ നോക്കി കാണുന്നത്? അതിദാരുണമായിട്ട് ഒരു അപകടമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് കുട്ടികള് ഫുട്പാത്തിൽ കൂടെ മര്യാദയ്ക്ക് നടന്ന കുട്ടികളെ അലക്ഷ്യമായിട്ട് അപകടകരമായിട്ട് വന്നിട്ട് ഓടിച്ച് ബൈക്ക് കയറ്റി പരിക്കേൽപ്പിച്ചത്. ഭാഗ്യം കൊണ്ട് ആ കുട്ടികൾക്ക് ജീവന് ഭീഷണി ഉണ്ടായില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം ഫുട്പാത്തിൽ കാൽനടക്കാരുടെ മാത്രം അവകാശപ്പെട്ട സ്ഥലമാണ്. അവിടെ പലപ്പോഴും ഇതുമാതിരി ബൈക്ക് പാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബൈക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഫുട്പാത്തിലൂടെ ഓടിക്കുക, പിന്നെ കച്ചവടക്കാർ അവരുടെ കച്ചവട സാമഗ്രികൾ ഫുട്പാത്തിൽ വെക്കുക. അങ്ങനെ കാൽനടക്കാരാണ് നമ്മുടെ ഈ കേരളത്തിൽ മരിക്കുന്നവരുടെ 1/3 പേരും. അതായത് 4000-ൽ പരം റോഡ് അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോൾ 1300-ൽ പരം ആൾക്കാരും കാൽനടക്കാരാണ്, നിരപരാധികളാണ്. കാര്യം ഈ കുട്ടികളുടെ കാര്യം തന്നെ എടുക്കൂ. അവർ ഫുട്പാത്തിലൂടെ മര്യാദയ്ക്ക് നടന്നു പോവുകയാണ്. ആ ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ കാൽനടപ്പാതയാണ്. അവിടെ ഒരു ബൈക്ക് കയറി വരാനുള്ള അവസ്ഥ എന്താണെന്ന് ആ ബൈക്ക് ഓടിച്ചാലിന് മാത്രമേ അറിയാവുള്ളൂ. അയാൾ ഒന്നുകിൽ മരുന്നടിച്ച ആളായിരിക്കും, അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് ബൈക്ക് ഓടിച്ചിട്ട് ഉറങ്ങുമോ എനിക്കറിയില്ല. സാധാരണ രീതിയിൽ ബൈക്ക് ഓടിക്കുന്ന ആൾ ഉറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇത് തടയാൻ പറ്റുന്നതാണ്. ഇത് ആരാ തടയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ഏജൻസികളാണ് ഫുട്പാത്തിലേക്ക് ബൈക്ക് കയറാത്ത രീതിയിൽ ഫുട്പാത്തും കാരേജുമായിട്ടുള്ള സ്ഥലത്ത് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. പലയിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മൾ വലിയ വലിയ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂർ, ബോംബെയിലൊക്കെ തന്നെ ഒരു കാരണവശാലും ബൈക്ക് ഫുട്പാത്തിലേക്ക് കയറാത്ത രീതിയിലേക്ക് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പൈപ്പ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. കാൽനടപ്പാതയുടെ സീബ്ര ലൈൻസിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലം ഒഴിച്ച്. അപ്പോ ഇത് ചെയ്യേണ്ടത് കോർപ്പറേഷന്റെ അധീനതയിലുണ്ടെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടെ ബാരിക്കേഡുകൾ വെക്കണം. അല്ലെങ്കിൽ നാഷണൽ ഹൈവേയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയോ ആണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ് സിറ്റി ലിമിറ്റ്സിൽ കാൽനടക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ബാരിക്കേഡ് വെച്ചിട്ട് ബൈക്ക് കയറാത്ത രീതിയിലേക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ കൊച്ചിയിലൊക്കെ തന്നെ മെട്രോ റെയിലുകാർ അവരവരുടെ ഫുട്പാത്തുകളൊക്കെ വളരെ ന്യായമായ രീതിയിൽ ക്ലിയർ ആയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്, ടൈൽസ് ഒക്കെ ഇട്ടിട്ട്. കൂടാതെ ബൈക്ക് കയറാത്ത രീതിയിൽ പില്ലറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ചെയ്യാവുന്നതാണ്. ഒരു കാര്യമാണ് ഏറ്റവും ഇപ്പൊ നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്, റോഡും ഫുട്പാത്തുമായിട്ട് ഒരു ബാരിക്കേഡ് ഇല്ല. അവിടെ ഒരു കമ്പിവേലി പോലും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടാർ ഉരുക്കി ഒഴിച്ചുകൊണ്ട് റോഡ് ആകില്ല. റോഡിന്റെ ഫർണിച്ചറാണ് ഞാൻ ഈ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ്, സൈൻ ബോർഡുകള്, നല്ല രീതിയിലുള്ള ബാരിക്കേഡുകള്. ഇതെല്ലാം വരുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് റോഡ് ആവുന്നത്. അതാകാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ദാരുണമായ റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകും. അതേപോലെ തന്നെ ഈ കോഴിക്കോട് മുക്കം മാമ്പറ്റയിലാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ലോറി പെട്ടെന്ന് നിർത്തുകയാണ്. തൊട്ട് പിന്നാലെ വന്ന ബൈക്ക് അതിന് പിന്നിലിടിച്ച് വളരെ ഗുരുതരമായിട്ടാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. വെന്റിലേറ്ററിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സ നേടുന്നത്. അങ്ങനെ അത്രയും വലിയൊരു അപകടമാണ്. നമുക്കറിയാം, പലപ്പോഴും വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഓട്ടോയൊക്കെ ആണെങ്കിലും, ഇവരുടെ ഇൻഡിക്കേറ്റർ സംവിധാനങ്ങളൊന്നും, ബാക്ക് ലൈറ്റ് ഒന്നും തന്നെ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളൊരു കാര്യം, അത് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നത്. അതായത് ഈ മഴക്കാലത്ത് റോഡ് അപകടങ്ങൾ പെരുകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ആ ബൈക്ക് ഓടിച്ച ചെറുപ്പക്കാരന് നിർത്തിയിട്ടിരുന്ന ലോറി അതുമേല് ബ്രേക്ക് ചവിട്ടിയാണ് നിർത്തിയിടേണ്ടത്. ഒരിക്കലും കാരേജ് വേയിലെ വാഹനങ്ങൾ നിർത്താനേ പാടില്ല. കാര്യം അല്പം സ്പീഡ് കൂടിയാണ് ആ ബൈക്ക് വന്നത്, വിഷ്വൽസിൽ കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ബ്രേക്ക് ലൈറ്റോ ഹസാർഡ് വാർണിംഗ് ലൈറ്റോ പാർക്ക് ലൈറ്റോ ഇല്ലാതെ ഒരു ലോറി റോഡിന്റെ ഒത്ത നടുവിൽ പാർക്ക് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ കൺഫ്യൂഷനായും വന്ന് കയറി ഇടിക്കുകയാണ്. ഇപ്പൊ അത് തന്നെയല്ല, ഡ്രൈവർ ചെയ്ത ക്രൂരമായ പ്രവൃത്തി എന്ന് പറയുന്നത്
പിന്നിൽ നിന്ന് ഇടിച്ചിട്ട് ആ വണ്ടി പെട്ടെന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. അതേസമയം റെസ്പോൺസിബിൾ ഡ്രൈവർ ആയിരുന്നെങ്കിൽ അദ്ദേഹം താഴെ ഇറങ്ങി ബൈക്കുകാരൻ എന്തെങ്കിലും പറ്റിയോ? കാര്യം ലോറി ഡ്രൈവർക്കോ ലോറിയുടെ ക്ലീനർക്കോ ഒന്നും പറ്റത്തില്ല. കാര്യം അവരുടെ പിൻഭാഗത്തല്ലേ വന്ന് ഇടിച്ചത്. അപ്പോൾ ഈ ബൈക്ക് ഓടിക്കുന്നവർ രാത്രിയിൽ ശ്രദ്ധിക്കേണ്ടത്, കാര്യം നമ്മളിപ്പോ ഹെൽമെറ്റ് എല്ലാവരും വെക്കുന്നുണ്ട്. ഹെൽമെറ്റിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്ലാസ് ഏരിയ അത് മിസ്റ്റ് അല്ലെങ്കിൽ മഴ വെള്ളം വീഴുമ്പോൾ വിസിബിലിറ്റി കുറയും. അപ്പൊ ദയവ് ചെയ്ത് രാത്രിയില് മഴക്കാലത്ത് ബൈക്ക് ഓടിക്കുമ്പോൾ മിതമായ വേഗത്തിൽ ഓടിക്കുക. മുന്നിൽ എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായ സംഭവം ഉണ്ട് എന്നുള്ള കാരണം നോക്കിക്കൊണ്ട് പോവുക. പിന്നെ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ടത് വെഹിക്കിളിന്റെ മുൻഭാഗം അല്ല ചെക്ക് ചെയ്യേണ്ടത്, പിൻഭാഗത്ത് റെഡ് കളറിലെ റിട്രോ റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ് പിടിപ്പിച്ചിട്ടുണ്ടോ, പാർക്കിംഗ് ലൈറ്റ് ഉണ്ടോ, ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ, കൂടാതെ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉണ്ടോ, റോഡിന്റെ നടുവിൽ നിർത്തുന്നവർക്ക് പണി കൊടുക്കാനുള്ള ഹൈവേ പോലീസ് ഉണ്ടോ? ഇതൊക്കെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട്. പിന്നീട് ഒരു അപകടമാണ്, അതായത് ഗൂഗിൾ മാപ്പ് നോക്കി ഓടിക്കുന്നു, വാഹനം തോട്ടിൽ വീഴുകയാണ്. കോട്ടയത്താണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, ഈ ഒരിടയ്ക്കായിട്ട് തന്നെ എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ചുള്ള യാത്ര. ഇങ്ങനെ നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഗൂഗിൾ മാപ്പിന്റെ സഹായം പലപ്പോഴും തേടാറുണ്ട്. പക്ഷേ ഇതിൽ അവഗണിക്കപ്പെടുന്നത് ഈ റോഡിലുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ അവിടുത്തെ ബോർഡ്സ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഗൂഗിൾ മാപ്പ് മാത്രം നോക്കുന്ന ഒരു പ്രവണത, അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു അപകടങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കുന്നവരോട് അങ്ങേക്ക് എന്താണ് മുന്നറിയിപ്പ് നൽകാനുള്ളത്? ഒരു കാരണവശാലും ഈ മഴക്കാലത്ത്, ഇത് പെരുമഴക്കാലമാണ്, റോഡ് ഏതാണ് തോട് ഏതാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് വെള്ളം നിറഞ്ഞൊഴുകാണ് റോഡ്. അപ്പൊ ഒരിക്കലും പൂർണ്ണമായിട്ടും ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡ്രൈവ് ചെയ്യരുത്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് കഴിഞ്ഞ കൊല്ലം ഒരു ഫോർഡ് എൻഡവർ കാറ് ഈ പുഴയിലേക്ക് പോയിട്ട് പിന്നെ ഭാഗ്യത്തിന് നാട്ടുകാരെല്ലാം ഇറങ്ങി രക്ഷപ്പെടുത്തി. അന്ന് ഞാൻ ആവശ്യപ്പെട്ടാണ് ഇമാതിരി കൺഫ്യൂഷൻ വരുന്ന സ്ഥലത്ത് റിബൺ എന്തെങ്കിലും കെട്ടി ദൂരെ കൂട്ടി ഇങ്ങനെയുള്ള തെറ്റ് പറ്റുന്ന സ്ഥലം അത് കൺഫ്യൂസിങ് ഏരിയ ആയിട്ട് മാറ്റി അവിടെ റിബൺ കെട്ടുകയോ ബ്ലിങ്കർ ലൈറ്റ് പിടിപ്പിക്കുകയോ വേണം. പിന്നെ അവിടെ ക്രാഷ് ബാരിയർ ഒന്നും തന്നെ കണ്ടില്ല. കാര്യം സാധാരണ രീതിയിൽ നമ്മുടെ റോഡിന്റെ സൈഡില് റീറ്റെയിനിങ് വാള് കെട്ടാറുണ്ട്, അല്ലെങ്കിൽ ക്രാഷ് ബാരിയർ കെട്ടാറുണ്ട്. എന്ന് വെച്ചാൽ നേരെ പുഴയിലേക്ക് പോകാതെ റോഡിൽ തന്നെ വണ്ടി നിൽക്കും. അപ്പൊ ഇത് ഭാഗ്യത്തിനാണ് ഈ കോട്ടയത്തെ അപകടം ജീവഹാനി വരാതെ രക്ഷപ്പെട്ടത്. ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.